flavors of Thailand. ബാങ്കോക്കിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാങ്കോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാങ്കോക്ക് എന്ന് മാത്രമല്ല തായ്ലൻഡിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇവിടുത്തെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ആണ്. ഇവിടെ വേറൊരു കാര്യം കണ്ടു, പച്ചമാങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന തെര പോലത്തെ കാര്യം എന്ന് തോന്നുന്നു. ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കട്ടെ. മാംഗോ ബാറും അറിയില്ലേ നമ്മൾ, മാങ്ങാത്തര സെയിം സാധനം, ഗ്രീൻ മാംഗോയിലാണ് ചെയ്യുന്നത്. അപ്പം 3 എണ്ണം ഹൗ മച്ച്? 100. ഓക്കെ, 3 എണ്ണം ഒന്നിച്ച് വാങ്ങിച്ചാൽ 100 ബാht മേടിക്കും. നല്ല ഒറിജിനൽ വീടുകളിൽ തയ്യാറാക്കുന്നതാണ് പച്ചമാങ്ങയുടെ ചാറിലുണ്ടാക്കുന്ന തര. ഓ, മാങ്ങാത്തര. എന്തൊക്കെ മേടിച്ച് കൂട്ടുന്നത് ഇവിടുന്ന്. ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എത്തനിക് കാര്യങ്ങളാണ്. ഫിഷ് ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ ഭാഗത്ത് ഓർഡർ അനുസരിച്ചിട്ട് ഇനി ഇത് ഗ്രില്ല് ചെയ്യും. എല്ലാ ഷോപ്പിലും കണ്ടില്ല ഇങ്ങനെ ഈച്ചയൊന്നും വരാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. എന്ത് രസമല്ലേ. ഇത് മീൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യാനുസരണം ഗ്രിൽ ചെയ്ത് കൊടുക്കും. എല്ലാം ഇങ്ങനെ ലൈവ് കൗണ്ടേഴ്സാണ്. ഇപ്പുറത്തെ സൈഡിൽ ഒരു പലഹാരം ഉണ്ടാക്കുന്നു. ഇത് ഇവരുടെ സ്വീറ്റാണ്. നമ്മുടെ ആപ്പ മാതിരി ചട്ടിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ മുകളിലേക്ക്. കണ്ടില്ലേ, കുറച്ച് ഓയിൽ. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. കുറച്ച് സ്പ്രൗട്ട്സ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. മുട്ടയുടെ ഒരു പ്രയോഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം വെജ്. അപ്പോൾ നിറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കിടന്നാണ് സ്പ്രൗട്ട്. ഇനി അതിനകത്തേക്ക് വേറെ കുറേ സാധനങ്ങൾ ഇടുന്നുണ്ട്. ഇതെല്ലാം വെജിറ്റബിൾസാണ്, പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ്, ചോപ്പ് ചെയ്തത്, ഫ്രൈ ചെയ്തത്. പിന്നെ കുറച്ച് തേങ്ങ. ഇത് തേങ്ങയുടെ ഗ്രേറ്റഡ്, അത് ഇച്ചിരി ഷുഗറാണ്, പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് തേങ്ങയാണ് കളർ ചെയ്തിട്ട്. അപ്പോൾ ഒരു സോൾട്ടും ഷുഗറും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് സ്റ്റഫ്ഡ് ക്രിസ്പി എഗ് ക്രേപ്പ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ആ ബാറ്ററിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അവർ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം. ഒരു ഡിഫറെൻ്റ് ഒരു മേക്കിങ്ങാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വിയറ്റ്നാമീസ് ഡിഷാണെന്നാണ് പറയുന്നത്. തായ്ലൻഡിലാണെങ്കിലും കുറച്ച് ഫ്യൂഷനാണ് ഇവിടെ. അതിന് മടക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇതാണ് അവരുടെ സ്റ്റഫ്ഡ് ക്രിസ്പി എഗ് ക്രേപ്പ്. ഈ കാര്യം എന്ന് പറയുന്നത് ആ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു തിൻ പാൻ കേക്ക് ബാറ്റർ പോലെ മുട്ടയിലുള്ളൊരു ബാറ്ററാണ്. അതാണ് മുട്ടയുടെ പ്രസൻസ് അവിടെയാണ്. ഇത് കംപ്ലീറ്റ് മുട്ടയാണ്. ഓക്കെ, ഇവിടെ ഉണ്ണിയപ്പം മാതിരി വേറൊരു സ്വീറ്റ് ഉണ്ട്, അതും കൂടി വാങ്ങാം. വേറെ സ്റ്റിക്കി റൈസിലുണ്ടാക്കുന്നതാണ് ഇത്തരം പലഹാരം. ഈ കുഴിപ്പണിയാരം മാതിരിയുള്ള വേറെ പല പല ടൈപ്പാണ്. എല്ലാം ഒന്നല്ല. കണ്ടാൽ ഏകദേശം എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ തോന്നും, പക്ഷേ എല്ലാത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഓക്കെ, ചൂടോടെ കഴിക്കണം എന്നായിരിക്കും പറഞ്ഞത്. എനിക്ക് അങ്ങനെ മനസ്സിലായി. കാര്യം ഇത് ക്രിസ്പി കാര്യമല്ലേ, അത് കാരണം. അപ്പോൾ എല്ലാം കൂടി ഓക്കെ, താങ്ക് യു. യെസ്, സ്പൂണും കൂടി തന്നു. ഒരു ക്രിസ്പി കാര്യമാണ്. കഴിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ, ചൂടോടുകൂടി. പപ്പടം മാതിരിയുണ്ട്. അകത്തെ ഫില്ലിങ് സ്പൂണോടുകൂടി കോരി കഴിക്കണം. ഫില്ലിങ് ഇങ്ങനെ. ആ ഓറഞ്ച് കാര്യം തേങ്ങ മാത്രമല്ല, ക്യാരറ്റും കൂടി ചേർന്നാണ് വന്നിരിക്കുന്നത്.
അതിൻ്റെ ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ സാധനത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഫില്ലിങ് സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ഇനി കഴിക്കാം. ഇതാണ് എൻ്റെ മെത്തേഡ്. വെരി ടേസ്റ്റി. ആ നല്ല സ്വാദ്. ഹോട്ട് ഹോട്ട്. ഈ ഭാഗത്തെ കടയിലെല്ലാം തന്നെ പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ്, ഗാർലിക് ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. സോൾട്ടഡ് വെളുത്തുള്ളി, പലതരം ഇവരുടെ കുറേ കാര്യങ്ങൾ, വെജിറ്റബിൾസ്. എനിക്ക് മനസ്സിലാവുന്നൊരു കറക്റ്റ് വെളുത്തുള്ളി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ഈ ഇത്തരം വെജിറ്റബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ മാർക്കറ്റിൽ, ഇല പോലെ ഇരിക്കുന്നത്, ലീഫി, അതെല്ലാം സോൾട്ടഡ് ആക്കി വെച്ചത്. ഈ ജേർക്കൻസ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ കണ്ടില്ലേ. റൈസിൻ്റെ നമ്മൾ നേരത്തെ വാങ്ങിച്ചത് തന്നെയാണ്. അതിൻ്റെ 2 കളേഴ്സ്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ. ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ട്, നമ്മുടെ അവിടെയും കിട്ടും ഈ ഫ്രൂട്ട്. പിന്നെ നല്ല മാമ്പഴം. സിറ്റി മാർക്കറ്റ്സിൽ പോയി അല്ലെങ്കിൽ മോൾസിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിലും ഭയങ്കര രസമാണ് ഇതുപോലെ എത്നിക് ആയിട്ടുള്ള വിഭവങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. ഇത് നോക്കൂ, ഇത് ഇവരുടെ ലോക്കലായിട്ടുള്ള പഴങ്ങളുടെയും ഇലകളുടെയും എല്ലാം ജ്യൂസാണ്. ഇത് പാൻറ്റൻ കണ്ടില്ലേ, രമ്പ, അതിൻ്റെ ആ സിംബോളിക്കായിട്ട് വെച്ചിട്ടുണ്ട്. രമ്പ ഇലയുടെ ജ്യൂസാണിത്, ഐസിൽ വെച്ചിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ഫ്രൂട്ട്, ഈ ഫ്രൂട്ടിൻ്റെ മൾബറി മാതിരി ഒരു കാര്യമാണ്. ഇത് ഈ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഇത് ഈ ഇലയുടെ. ഇതെല്ലാം ഔഷധ ഗുണമുള്ള വളരെ നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ പിക്ചർ വെച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്ലവറിൻ്റെ ജ്യൂസാണ്. ഇത് ലോട്ടസ് സ്റ്റെമ്പിൻ്റെയാണ്, അതായത് താമരയുടെ തണ്ട്, അതിലുണ്ടാക്കുന്ന ജ്യൂസ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ആ പടം അല്ലെങ്കിൽ അത് ആ കാര്യം തന്നെ അവിടെ വെച്ചിട്ടുണ്ടാവും, എന്തിൽ നിന്നാണ് ആ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കും. ഇത് പച്ച ഏത്തയ്ക്ക, ഇത് നല്ല നാരങ്ങ, ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സാണ്. പിന്നെ ഇതെല്ലാം അവരുടെ വീടുകളിലുണ്ട്. നമ്മുടെ അച്ചപ്പം മാതിരി കണ്ടില്ലേ, ഇവിടുത്തെ ലോക്കൽ അച്ചപ്പം, അവരുടെ പലഹാരങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള പല പലഹാരങ്ങളും ഇവിടെ വേറൊരു ഫോമിൽ ഉണ്ടാകുന്നു. ഇത് ഫിഷ്, ഇതുവരെ നമ്മൾ ഗ്രിൽഡ് അല്ലേ കണ്ടത്, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് കറി ഫോമിൽ കാണുകയാണ്. കറി, ഫിഷ് കറി, ഫുൾ ഫിഷ് ഇങ്ങനെ ഗ്രേവിയിൽ കിടക്കുന്നു. ഇത് ചെറിയ മീൻ, അത് വലിയ മീൻ. ഇത് നമ്മുടെ അയല മാതിരി ഇരിക്കുന്നു. താങ്ക് യു. എന്തെല്ലാം ഐറ്റംസാണ് ഇവിടെ. ഇതെല്ലാം ഇവരുടെ ലോക്കൽ പലഹാരങ്ങളുടെ ക്രിസ്പി ആയിട്ട് ചെയ്തത്, ഇടിയപ്പം പോലെ ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് ക്രിസ്പിയാണ്, കരികരിപ്പുള്ള പലഹാരമാണ്. ഇത് ഇവരുടെ ലോക്കൽ കുക്കീസ്. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോക്കൽ ബേക്കറി പ്രോഡക്റ്റിൻ്റെ സ്ഥലത്താണ്. നമ്മൾ സാധാരണ കാണുന്ന ബേക്കറി പ്രോഡക്റ്റ്സ് അല്ല, ഇത് ഇവരുടെ എത്നിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്. ഇവരുടെ കോക്കനട്ട്, തേങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇത് കോക്കനട്ട് മിൽക്കിൻ്റെ പുഡിങ്സ്. ഇത് അതുപോലെ ഇവരുടെ കേക്ക്സാണ്, ഇവർ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, കണ്ടില്ലേ. പിന്നെ ഇത് ഇവരുടെ ഭയങ്കര സ്പോഞ്ചി ആയിരിക്കും. തായ് ബേക്സ് ഒക്കെ ഭയങ്കര സ്പോഞ്ചി ടൈപ്പാണ്. നല്ല എന്താ പറയുക, ബ്രെഡിനെക്കാട്ടിലും സോഫ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. ഇത് 2 കളറിൽ. ഇത് പാൻറ്റൻ ഈ നമ്മുടെ രമ്പയിലയുടെ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവർ ആയിരിക്കണം. രണ്ടും കൂടി വെച്ചിട്ട് $44. This 25. ഓക്കെ, ആകെ കൺഫ്യൂഷൻ. 40, ഇതിന് 40, ഇതിന് 25. എന്തൊക്കെ കാര്യങ്ങൾ ഇത് കണ്ടില്ലേ. ഇതെല്ലാം ബൺസ് പോലെ, കുക്കീസ് പോലെ, ഇതെല്ലാം ബണ്ണ് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ കപ്പ് കേക്ക് മാതിരിയെല്ലാം തോന്നും, പക്ഷേ ഇറ്റ്സ് ലൈക്ക് സ്മോൾ ബൺസ്. സ്റ്റീംഡാണ്, പലതും സ്റ്റീംഡ്, ആവിയിൽ പുഴുങ്ങുന്നതാണ്. ദിസ്
ഓക്കെ, അവർക്ക് വിലയൊന്നും പറഞ്ഞു തരാൻ പോലും പറ്റുന്നില്ല. എല്ലാ കാര്യവും വാങ്ങിക്കാം. എല്ലാം കൂടി 100 ബാട്ട്. ഓക്കെ, അങ്ങനെ പലഹാരങ്ങളുടെ ഒരു വറുദീസയാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെരി നൈസ്. ഇത് ഫുള്ള് അതേ എങ്ങനെയാണ്, താഴോട്ട് ഒരു കേക്ക് മാതിരിയോ കസ്റ്റേർഡ് മാതിരിയോ ഉണ്ട്. മേളിൽ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ളൊരു കോക്കനട്ട് ക്രീം ടോപ്പിംഗ് ആണ്. താഴെ സ്പോഞ്ചാണ്, സ്പഞ്ച്. മേളിൽ ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടുള്ളൊരു ക്രീം. എന്തൊരു സ്വാദം, വെരി ടേസ്റ്റി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, താഴോട്ടൊരു സ്പഞ്ച് ടെക്സ്ചർ ഉണ്ടെന്ന്. ഞാൻ വെച്ചാൽ ഫുൾ മറ്റേ കേക്ക് നമ്മുടെ എന്താ പറയുക, ജെല്ലി ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത പുഡിങ്ങാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, താഴെ ഒരു സ്പഞ്ച്, ഇതുപോലത്തെ ഒരു സ്പഞ്ച് ഉണ്ടാകും. അതിൻ്റെ മുകളിൽ കരിക്ക് വെച്ചുണ്ടാക്കുന്ന ഒരു ക്രീം, കോക്കനട്ട് ക്രീം. ഇത് നമ്മുടെ നാട്ടിലെ ബംബിളി മൂസ്, വലിയ നാരങ്ങയില്ലേ ബംബിളി മൂസ്. അതിങ്ങനെ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ പാടാണ് അതിൻ്റെ തൊലി കളയാന്ന് പറയുന്നത്, ചെറിയ കാര്യമില്ല. ഇവിടെ കറീസ് വാങ്ങാനായിട്ട് കിട്ടും പാക്കറ്റ്സിൽ, പല ടൈപ്പ് ഓഫ് കറീസ്. ഇത് വെജിറ്റേറിയൻ കറിയാണ്, ചിക്കൻ അല്ല. പിന്നെന്താ, മീനുകൾ. ഇത് ഉണക്കമീൻ്റെ സെക്ഷനാണ്. ഈച്ച വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടും തീരാത്തത്ര കാഴ്ചകളാണ് ഇവിടെ. ഭക്ഷണ വിശേഷങ്ങൾ ഒരുപാട്. ഇതിവിടെ നൊങ്കിൻ്റെ ജ്യൂസ്, നൊങ്ക് കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ, പിന്നെ പൈനാപ്പിൾ കൊണ്ടുള്ള, ചക്ക വിളയിച്ചത് നോക്കൂ, നമ്മളുടെ ചക്ക, പഴുത്ത ചക്ക വിളയിച്ചത്. അതുപോലെ തന്നെ പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്തത്, ഇതും ഷുഗർ സിറപ്പിൽ സ്റ്റ്യൂ ചെയ്തത്. ഹൗ മച്ച്? അപ്പോൾ 20 ബാട്ട് 100 ഗ്രാംസ്. ഓക്കെ, ചക്ക വിളയിച്ചത്, ചക്ക സ്റ്റ്യൂ ചെയ്തത്, എന്ത് രസമല്ലേ. ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായല്ലോ. കുറച്ച് സിറപ്പും കൂടി ഒഴിച്ച് തരും അതിനകത്ത്, ഷുഗർ സിറപ്പ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ അതുമായി ചക്ക. വിചാരിച്ച അത്ര ടേസ്റ്റില്ല, എന്നാൽ പ്രതീക്ഷ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അത്രയില്ല. ഇത് പഴുത്ത ചക്ക അല്ലാന്ന് തോന്നുന്നു, പച്ച ചക്കയാണ് ഷുഗറിൽ വേവിച്ചത്. ഇവിടെ കുറേ പലഹാരങ്ങൾ. ഇത് പാൻറ്റൻ ഇലയിൽ പൊതിഞ്ഞതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാം ലീഫ്, പാം ഇലയിൽ. നമ്മുടെ നാട്ടിലെ കുമ്പിളപ്പം മാതിരി ഒരു കാര്യം കുറേ ഉണ്ട് ഇങ്ങനെ, കണ്ടില്ലേ, ബണ്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആക്ഷൻ പുള്ളിക്കാരി കിടന്ന് വിഷമിക്കുന്നു. വിലയാണ് പറഞ്ഞത്. ഓക്കെ, ഫിഷ്, ചിക്കൻ, നോ ഫിഷ്. വെജാണോ നോൺ വെജാണോ ഒന്നും ചോദിക്കും. ഇവിടെ കംപ്ലീറ്റ് ഫിഷ് ബോൾസാണിത്. ഇത് ഫുൾ ഫിഷ് ബോൾസ്, കണ്ടില്ലേ, ഫിഷ് ബോൾസ് ഇങ്ങനെ സ്ക്യൂവറിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റീംഡ്, വെള്ളത്തിലിട്ട് വേവിച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു സോസാണ് അവർ കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കുന്ന കാര്യമാണ്. ഹലോ, ഹായ്.
ദിസ് ഈസ് ഫിഷ് ബോൾസ് പോക്ക്. ഓക്കെ ഓക്കെ, ഇത് ഫിഷ് ബോൾസ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിവിടെ ഈ ഭാഗത്ത് പോക്കാണ്. പോക്കിനെ വെച്ചിട്ട് നല്ല ഒറിജിനൽ പോക്ക്, ഇങ്ങനെ പോക്ക് മീറ്റ്, പന്നി ഇറച്ചി നല്ല ഫ്ലാറ്റായിട്ട് നല്ലതായിട്ട് അടിച്ച് ഇതാക്കിയിട്ട് എന്താ പറയുക, മിൻസ് ചെയ്ത് നല്ല അടിച്ച് പതപ്പിച്ച് ഉരുട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കും. അത് കുറേ സോസ്, കുറേ സാധനം, ഒരു സാലഡ്സ് എല്ലാം കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അവരുടെ. ഇത്ര ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോക്ക് കഴിക്കാത്തത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ട് നോക്കൂ. ആ സ്റ്റോക്കിന് തന്നെ ഭയങ്കര സ്വാദായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് പന്നിയിറച്ചി കഴിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അറിയാണ്. എന്തോരം ഡിഷസ് ഉണ്ട് അറിയാമോ. ഈ പോക്ക് മീറ്റും ഉണ്ട്. ഇത് നല്ല ഫ്രഷ് ഫിഷ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു ആ ഒരു ആൾ, ആ ഒരു ചേച്ചി. ഇവിടെ വേറൊരു ചേച്ചി. ഇവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല, കണ്ടില്ലേ, മുട്ട, ബോയിൽഡ് എഗ് അലങ്കരിച്ച് വെച്ചിരിക്കുക. ഇവിടെ എല്ലാം തന്നെ വെൻറ്റേഴ്സ്, അതായത് ഈ കച്ചവടക്കാരെല്ലാം തന്നെ സ്ത്രീകളാണ്, ലേഡീസ്. ഇവിടെ ഒറ്റ ആണുങ്ങളെ ഞാൻ കണ്ടില്ല ഇതുവരെ ജോലി ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ട, ഇത് ഇലയില, ഇത് സ്റ്റീം ചെയ്ത് നമ്മൾ ആദ്യം കണ്ടതാണ്. ഫിഷും കോക്കനട്ട് മിൽക്കും കൂടി ചേർന്ന് സ്റ്റീം ചെയ്തത്. നെത്തോലി ക്രിസ്പി ഫ്രൈഡ്, അതിങ്ങനെ പാക്കറ്റിൽ 35, ഇത് ഇച്ചിരി ഉണക്കിയിട്ട് വറുത്തെടുക്കും. ഒരു രക്ഷയില്ല. പലഹാരങ്ങൾ. ഇവിടെ ഈ പലഹാരം നമ്മൾ കണ്ടതാണ്, ചെറിയ ചെറിയ വട്ട പാൻ കേക്ക്സ് ഉള്ളു. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഈ ബ്രൗൺ കളറിലെ സ്റ്റിക്കി റൈസ്. ഹൗ മച്ച്? 20 years. ഇതിനകത്ത് സ്റ്റിക്കി റൈസും പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും പിന്നെ അതിൻ്റെ കൂടെ കോക്കനട്ട് ഷുഗർ. കോക്കനട്ട് ഷുഗർ. ഓക്കെ, താങ്ക് യു. കോക്കനട്ട് ഷുഗർ. പിന്നെ ഇത് നമ്മൾ ഒരിക്കൽ മേടിച്ചതാണ്. ഇത് മാർക്കറ്റ്, ഐ മീൻ മോളിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന്. ഭയങ്കര ടേസ്റ്റാണ്. കോക്കനട്ട് ഷുഗറും പൊട്ടറ്റോയും സ്റ്റിക്കി റൈസും. ഇതെന്തോ സംഭവം? ഇത് മുഴുവൻ സംഭവങ്ങളേ ഉള്ളൂ, എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് അബദ്ധം പറ്റിയതാണ്. ഇത് പോക്കാണ്. അതാണ് എനിക്ക് വായിൽ വെച്ചോ തന്നെ മനസ്സിലായി, എന്തോ വ്യത്യസ്തമായൊരു രുചി. ഇത് പോക്ക് മീറ്റാണ്, പന്നി ഇറച്ചിയാണ്. അതിങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ച് ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്, മുട്ടായി പോലെ. ഇത് അഗെയിൻ തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റിക്കി റൈസ് വെച്ചുള്ള പലഹാരങ്ങളാണ്. എല്ലാം സ്റ്റീംഡ് ആവിയിൽ വേവിക്കുന്നതാണ്. പാൻഡൻ ലീഫ്, അതായത് രമ്പ ഇല വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ കൊഴുക്കട്ട മാതിരിയൊക്കെ തോന്നും. ഇത് രമ്പ ഇല വെച്ചിട്ട് ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി അതിനകത്ത് സ്റ്റിക്കി റൈസിൻ്റെ ഒരു ബാറ്റർ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ പല മോൾഡുകളിൽ വെച്ച് ചെയ്യുന്നുണ്ട്, പല ഷേപ്പിൽ, പല കളേഴ്സിൽ. ഇതൊക്കെ മോൾഡിൽ ചെയ്തെടുക്കുന്നതാണ് ഇതെല്ലാം. ഓക്കെ എനിക്ക് തന്നിരിക്കാം. ഓക്കെ, ഇത് നോക്കൂ. ഇത് ഇല ഇങ്ങനെ മാറ്റുമ്പോൾ ഇങ്ങനെ വരണേ, ഒരു ജെല്ലി പോലെ താഴെ, മേളിൽ സ്റ്റിക്കി റൈസ്. മധുരമുള്ളൊരു പലഹാരം, ലൈറ്റ് മധുരമാണ്. ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഈ ഭാഗത്ത് സ്റ്റിക്കി റൈസ്, താഴെ സ്റ്റിക്കി റൈസ്, മേളിൽ തേങ്ങാപ്പാലിൻ്റെ ഒരു ടോപ്പിംഗ്. ഇത് പല ടൈപ്പ് ഓഫ് ചട്നീസാണ്, അല്ലെങ്കിൽ നല്ല ചമ്മന്തിപ്പൊടി മാതിരി മീറ്റിലും വെജിറ്റേറിയനായിട്ടും എല്ലാം ചെയ്യുന്നതാണ്. അവരുടെ ടേസ്റ്റിംഗ് സ്പൂൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. എരിവും മധുരവും എല്ലാം കൂടി വരുന്ന ഓരോന്നും ഓരോ ഫ്ലേവറാണ്. ചിലത് പോക്കുണ്ടാകും, ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും. നോൺ വെജ്, ഫിഷ്. ഇവരുടെ കറക്റ്റ് തായ് ഫ്ലേവറിലുള്ള കാര്യങ്ങളാണിത്. ഇത്രയും ഇതിങ്ങനെ ഗ്രാം കണക്കിന്
പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് പോകും വീടുകളിൽ. ഇവിടെ നോക്ക്, കുഞ്ഞു കണവ, കുട്ടി കുട്ടി സ്ക്വിഡ്. അതിനെ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫ്രൈഡ് ഫോമിൽ കുറേ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ സോട്ട് ചെയ്ത് വെച്ചു. ഇതും പാക്കറ്റ്സിൽ വാങ്ങാൻ കൊടുക്കും. ഇതുപോലെ സോസൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, നല്ല രസമല്ലേ? ഇങ്ങനെ എന്ത് വേണേൽ വീട്ടിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആൾക്കാരെ കുറവായിരിക്കും അപ്പോൾ കുക്ക് ചെയ്ത്. എല്ലാം കിട്ടുമല്ലോ മാർക്കറ്റിൽ. അങ്ങനെ ഡോൺ വാലി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പരിസരത്തുള്ള ഈ എത്നിക് ചൈനീസ് ആൻഡ് തായ് മാർക്കറ്റ് വിശേഷങ്ങൾ തീരുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ എത്നിക് ഐറ്റംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്ന കാര്യമില്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ മാർക്കറ്റ് വിശേഷങ്ങളുമായി നാളെ വരും. അതുവരെ